എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ വേടനും പക്ഷികളെയും കുറിച്ചുള്ളതാണ്. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ എൻ്റെ പാഠപുസ്തകങ്ങളിൽ ഈ വേടൻ കഥകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ കാട്ടിലെ വേടന്മാർ ഈ പക്ഷികളെ എയ്ത് അമ്പും വില്ലും ഉപയോഗിച്ച് പക്ഷികളെ എയ്യുക, അതിനെ ഭക്ഷിക്കുകയാണ്. അങ്ങനെ വേടൻ ഒരു നല്ല രീതിയിൽ പക്ഷികൾ അമ്പ് ചെയ്യുകയൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്നൊരു വേടനായിരുന്നു നമ്മുടെ മഹർഷി വാൽമീകി മഹർഷി. അദ്ദേഹം ഒരു വേടനായിരുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അത് പോട്ടെ. ഇപ്പോൾ ഒരു പുതിയൊരു വേടൻ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. പേരെനിക്കറിയില്ല, ഇവിടെ വേടൻ എന്നുള്ള പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒറിജിനൽ പേര് ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. ഈ മഹാൻ്റെ ഏറ്റവും വലിയ പരിപാടി വേടൻ, പലയൻ, പുറ എന്നുള്ള താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞ് പല കവിതകളും ഉണ്ടാക്കി, ഗദ്യങ്ങളും പദ്യങ്ങളും, അത് ഏത് ഗണത്തിൽപ്പെടുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അത് ചിലപ്പോൾ സംസാരിക്കാം, ചിലപ്പോൾ പാടും. പല മിമിക്രി രീതിയിലാണ് എൻ്റെ പ്രസൻറ്റേഷൻ. അതിന് ഈ വേടന് ചുറ്റും കുറേ വസ്ത്രധാരികൾ, ബോഡി ഗാർഡ് പോലെ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ പ്രലോഭിപ്പിക്കാം ആ രീതിയിലുള്ള പ്രലോഭനങ്ങളുള്ളിൽ കുറേ മ്യൂസിക്കും പാട്ടും ലൈറ്റും ഒക്കെ ആയിട്ട് കാട്ടിക്കൂട്ടി പ്രോഗ്രാം നടത്താറുണ്ട്. എന്നാൽ പണ്ട് ആ വേടന്മാർ പക്ഷികളെ അമ്പെയ്ത് ചെയ്യുന്നതിന് ഇവിടെ ഈ വേടൻ, അതായത് പദ്യവും ജാതിയും ഇങ്ങനെയുള്ള അമ്പും വില്ലും വെച്ച് പക്ഷികളല്ല ചെയ്യുന്നത്. അറിയുന്ന ഇവർ ആരെയാണ് വേട്ടയാടി പിടിക്കുന്നതെന്ന് നമ്മുടെ മാധ്യമങ്ങളും നമ്മളെല്ലാം പറഞ്ഞുകൊണ്ട്, പച്ചയ്ക്ക് പറഞ്ഞാൽ പെൺകുട്ടികളെ അവരെ അമ്പെയ്ത് പിടിക്കുക, അവരെ എന്ത് ചെയ്യാമെന്ന് നമുക്കറിയാം. അതൊന്നും ഞാൻ ആ സബ്ജക്റ്റിലോട്ട് പോകണില്ല. ഈ മലയാളികളോട് ഒന്നും പറയാനുള്ളത്, ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള സംവിധാനമല്ല ഈ വേടൻ എന്ന് പറഞ്ഞ പയ്യൻ കാട്ടിക്കൂട്ടുന്നത്. എന്തോ കുറേ ആൾക്കാരെ കൊണ്ട് എന്തൊക്കെ എഴുതി വാങ്ങി അതിന് വേറെ രീതിയിൽ അവതരിപ്പിക്കുക, എന്നിട്ടത് കൂടുതലും ജാതിയുടെ പേര് പറഞ്ഞിട്ടാണ് ഈ കൂടുതൽ പ്രോഗ്രാം നടത്തുന്നത്. ഇതേറ്റവും കഷ്ടമുള്ള കാര്യം, ഈവൻ ഗവൺമെൻറ് വരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വേടനെന്നും പറയുന്നെന്നും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെൻറ്റിന് വലിയ സന്തോഷമാണ്. കാരണം ഗവൺമെൻറ് വോട്ട് ബാങ്കാണല്ലോ ആവശ്യം. അപ്പോൾ ഗവൺമെൻറ് പരിപാടി നടത്തിയായിട്ട് അറിയുന്നു. അതുമല്ല, ഏറ്റവും വളരെ ദുഃഖകരമായ വാർത്ത, ഈ വേടൻ്റെ വാക്കുകളുണ്ട് പദ്യമോ ഗദ്യമോ ഇപ്പോൾ സ്കൂൾ പാഠങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ എന്തോ പറയുന്നതായി കേൾക്കുന്നു. കേരളം ഇത്ര അധംപതിക്കരുത്. കാരണം നാം ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലാണെന്ന് വിചാരിക്കണം. അന്ന് അമ്പും വില്ലും വെച്ച് പക്ഷികളെ വേട്ടയാടി ഭക്ഷിച്ചവൻ ഇന്ന് ഈ വേടന്ന ഈ പയ്യൻ അമ്പും വില്ലുമല്ല, അവൻ്റെ ചില വാക്കുകളും മ്യൂസിക്കും കുറച്ച് ലൈറ്റും വെച്ച് സ്ത്രീകൾക്ക് നേരെ അമ്പെറിയാണ്. അതിൽ പല സ്ത്രീകളും പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള മലയാളികളോടൊരു അഭ്യർത്ഥന, ഇത് ഒരു വേടനാണ്. ഇനി പല വേടന്മാരും പല ജാതിയുടെ പേരിലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ബി കെയർഫുൾ വിത്ത് ദം. ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇതിനുള്ള സംവിധാനം, ഇതിനുള്ള എൻ്റർടൈൻമെൻറ്റ്, ഇതിനുള്ള പ്രചോദനവും ആരും തന്നെ കൊടുക്കരുത്. അത് വളരെ ദൂഷ്യം ചെയ്യും. എത്ര സ്ത്രീകളുടെ കംപ്ലയിൻസാണ്, എന്തൊക്കെയാണ് പരാതികൾ വരുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിക്കാനും കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ ഈ ഹേമ കമ്മിറ്റിയിൽ നടന്ന അന്വേഷണങ്ങളും കാര്യങ്ങളും അതെല്ലാം ഇപ്പോഴും നടന്നിരിക്കും. ഇതുപോലെ ഇനി മറ്റൊരു കമ്മിറ്റി ഇനി വേടന് വേണ്ടി ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. കഴിയുന്നതും ഗവൺമെൻറ് ശ്രദ്ധിക്കുക, നിയമപാലകർ ശ്രദ്ധിക്കുക. ഈ വേടന് കവിത എഴുതി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതുന്ന കവിതകൾ കുറച്ച് ഗുണകരമായതായിരിക്കണം. ആൾക്കാരെ പ്രലോഭിപ്പിക്കാനും വല്ല പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള രീതിയിലുള്ള വരികൾ കുത്തിച്ചേർത്ത് ചുമ്മാ കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും എന്തെങ്കിലും ഒരു പുലി നഖം വെച്ച് മാലയും വെട്ടി കാട്ടിക്കൂട്ടുന്ന ആഭാസത്തിൽ പെട്ടുപോകാതിരിക്കാൻ പെൺകുട്ടികളെ ശ്രദ്ധിക്കുക. പെട്ടു. ഇനി അതിൽ പെടാതിരിക്കാൻ മറ്റുള്ള സ്ത്രീകൾ ശ്രമിക്കുക. വേടനും പക്ഷികളുമാണ് ഇപ്പോൾ ഇതിൽ പാടുണ്ടാക്കിയത്. വേടൻ
പണ്ടത്തെ വേടൻ പക്ഷികളെ പിടിച്ചെങ്കിൽ ഇപ്പോഴത്തെ വേടൻ പെൺകുട്ടികളെ പിടിക്കാനാണ് അമ്പും വലുമായിട്ട് എഴുതി നടക്കുന്നത്. അതുകൊണ്ട് കയറിയാൽ നിങ്ങളുടെ ചാരിത്രം നശിപ്പിക്കാതിരിക്കുക, വല്ല കെണിയിൽ പെടാതിരിക്കുക. ഇതൊക്കെ അതിൻ്റെ കൊച്ചു പിള്ളേരാണ്. എന്നാൽ ഈ വേടൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 70-80 വയസ്സാകുമ്പോഴൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കുഞ്ഞുനാളിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി അതിലൊരു പാട്ടിൻ്റെ രൂപത്തിൽ ആൾക്കാരെ കൂട്ടി ഈ കോലാഹലങ്ങൾ കാണിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതിലേക്ക് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അയാൾ കാട്ടിക്കൂട്ടുന്ന വാക്കുകൾ അതിൽ ഉദ്ധരിക്കുന്ന വാക്കുകൾ വെരി വെരി ബാഡ്. മദ്യപിച്ചെന്ന് പറയണം, ഞാൻ മദ്യപിച്ചു, കഞ്ചാവ് പിടിച്ചു, പക്ഷെ ഇപ്പം ചെയ്യുന്ന മക്കളെ നിങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഈ വേടൻ്റെ പ്രോഗ്രാം കാണാൻ വരുന്നതിൽ ഏതാണ്ട് ഒരു 50% ഈ മയക്കുമരുന്നും കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്. ഈ വേടൻ അത് കുടിച്ചോ ഇല്ലെന്ന് ആരെന്ന് അറിയില്ല. ഇപ്പോൾ കുടിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. അത് നമ്മളിപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അവൻ്റെ ഹിസ് പേഴ്സണൽ. അത് നിയമം നടത്തുന്ന കൈകാര്യം ചെയ്യുന്നവർ അവർ നോക്കിക്കോട്ടെ. സോ ദയവ് ചെയ്ത് വേടൻ്റെ പക്ഷികളാകാതിരിക്കാൻ ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരിക്കലും വേടൻ്റെ പക്ഷികളായി നിങ്ങൾ അധംപതിക്കരുത്. നിങ്ങളുടെ ജീവിതം തകർന്നു പോകും. ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ പോലും ഈ വേടൻ്റെ അമ്പിനും വില്ലിനും ഇരയായി എന്നിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഗുലുമാലുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരികളോടും പറയുന്നു, വേടൻ്റെ മുന്നിൽ വേടൻ്റെ അമ്പ് ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതേ എനിക്ക് മൊത്തത്തിന് പറയാനുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.